വൈക്കം സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന സണ്ണിയം കബിക്കാട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സണ്ണി, താങ്കൾ വൈക്കം സീറ്റിൽ വളരെ സജീവമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് താങ്കളുടെ പേര് ഒഴിവാക്കപ്പെട്ടു. ഇപ്പോൾ താങ്കൾ കോൺഗ്രസിൻ്റെ പ്രചരണത്തിനോ മറ്റോ പോകുന്നുണ്ടോ? എന്താണ് താങ്കളുടെ രാഷ്ട്രീയ നിലപാട്? സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അവസാന ഘട്ടത്തിൽ ഞാൻ പുറത്തു പോകുന്നതിന് കോൺഗ്രസ്സിന് അതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ടാവാം. ഞാനവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിരുന്നില്ല ധാരണയിൽ എത്തിയത്. മറിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, UDF പിന്തുണ നൽകും എന്നുള്ള കാര്യം. അപ്പോൾ കോൺഗ്രസ്സിന് അവരുടെ ആഭ്യന്തര താല്പര്യങ്ങളും അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാം. ഞാൻ കോൺഗ്രസ്സിൽ അംഗമല്ലാത്തത് കൊണ്ട് ഞാൻ UDFൻ്റെ പ്രചാരണത്തിനൊന്നും ഞാൻ പോയിട്ടില്ല. അവരെന്നോട് ക്ഷണിച്ചിട്ടുമില്ല. ഈ മുന്നണി രാഷ്ട്രീയം ഈ ഒളിഗാർക്കിയിൽ അധിഷ്ഠിതവും വളരെ റിജിഡുമായതുകൊണ്ട് അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വഴി ആലോചിക്കേണ്ടി വരും. അത് പുതിയ രാഷ്ട്രീയ വഴിയല്ലാതെ മറ്റൊന്നുമല്ല. എന്തെങ്കിലും അത്തരത്തിലുള്ള വഴികൾ ഇപ്പോൾ താങ്കളുടെ മുന്നിലുണ്ടോ? അത് വളരെ വ്യാപകമായി ഇത്തരം ഒരു ആവശ്യം ഈ കീഴ്ത്തട്ട് വിഭാഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. എന്നോട് സഹകരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നവരാണ്. അതവരുടെ ആത്മനഷ്ടമായ ആഗ്രഹമല്ല, അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് അൺപ്രിവിലേജ്ഡ് സെക്ഷൻ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യണം? എല്ലാ കാലത്തും ഇവർ ഭരിച്ച് അവരുടെ ഭരണത്തിൻ്റെ ഇരകളായി ജീവിക്കണോ? കേരളത്തിലെ സുഘടിതമായ മുസ്ലിം ലീഗ് UDFൻ്റെ ഭാഗമാണ്. അതല്ലാതെയുള്ള പാർട്ടികളുണ്ട്. അവരൊക്കെ എപ്പോഴും അതിഭീകരമായ അന്യവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ എന്ത് ചെയ്യണം? അറബിക്കടലിൽ ചാടിച്ചാകണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ദളിതർക്ക് മാത്രമല്ല, ഈ അണ്ടർ പ്രിവിലേജ്ഡായിട്ടുള്ള മുഴുവൻ സെക്ഷനും പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റം ആവശ്യമായി വന്നിട്ടുണ്ട്. 2 കാരണങ്ങൾ. ഒന്ന്, രാഷ്ട്രത്തിൻ്റെ സ്വത്ത് അവരുടേത് കൂടിയാണെന്നുള്ളതാണ്. അതിൻ്റെ പ്രൊപ്പോർഷണേറ്റായിട്ടുള്ള വിഹിതം കിട്ടാൻ അവർക്ക് അവകാശമുണ്ട്. അത് കിട്ടണമെങ്കിൽ എല്ലാവർക്കും പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാവും. അതിൻ്റെ കൂടിയാലോചനകൾ ആദ്യ റൗണ്ട് കഴിഞ്ഞു. അതിൽ നിന്നും തീരുമാനിച്ചൊരു കാര്യം വിപുലമായ തരത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള നേതൃത്വങ്ങളുമായി സംസാരിച്ചും ഉറപ്പിച്ചും പുതിയ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഞങ്ങൾ തേടുന്നത്. അത് ബോധ്യപ്പെട്ടാൽ, അതിൻ്റെ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നാൽ അതിനെ മുന്നോട്ടെടുക്കുക എന്നത് തന്നെയാണ് ഇനി മുന്നിലുള്ളൊരാവശ്യം. ഇൻ്റലക്ച്വൽ സെക്ഷനിൽ നിന്നൊരു വലിയ വിഭാഗം ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്ന KK ബാബുരാജ് അടക്കം, സുദേശൻ രഘു അടക്കം, അങ്ങനെ നിരവധി പേർ ഇതിനോട്, സംഘടനാ നേതാക്കൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ KK സുരേഷിനെ പോലെ CSDSൻ്റെ നേതാവ്, അദ്ദേഹം ഇതിനോട് സഹകരിക്കുന്നുണ്ട്. കോട്ടയത്ത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം 19-ാം തീയതി നിന്നാണ് ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ വലിയ നേതാക്കളൊക്കെയാണ് ഡിസ്കഷൻ നടക്കുന്നത്. അവരുടെ ഒരു സൗകര്യം കൊണ്ട് നോക്കിയിട്ടായിരിക്കും 19 ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ കഴിയണമെങ്കിൽ അയാളുടെ സാമുദായികമായ താല്പര്യത്തെ കൈയൊഴിയണമെന്ന നിർബന്ധമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കേരളത്തിലെ സവർണ സമൂഹങ്ങൾക്ക് അവരത് കൈയൊഴിയാറില്ല, അവരത് കൊണ്ടു നടക്കാറുണ്ട്. അത് വളരെ ആസൂത്രിതമായി അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കീഴ്ത്തട്ടിന് മേൽ അവർ വെച്ചിരിക്കുന്ന ഡിക്റ്റേഷൻ, നിങ്ങളുടെ സാമുദായിക താല്പര്യം ഒഴിവാക്കണമെന്നാണ്. മുസ്ലിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഡിക്റ്റേഷൻ, സമുദായത്തെ ഉപേക്ഷിച്ച് നീ വരണമെന്നാണ്, മതത്തെ ഉപേക്ഷിച്ച് വരണമെന്നാണ്. മതം ഉപേക്ഷിക്കാതെ വരുന്നവരുടെ ഒരു പാർട്ടിയായിരിക്കും ഇത്. സമുദായ താല്പര്യം ഉപേക്ഷിക്കാതെ വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ പുതിയൊരു പാർട്ടിക്ക് സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അത് കേരളത്തിൽ തികഞ്ഞ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. താങ്ക് യു. ഓക്കെ.